എം.ജി.എസ്. നാരായണൻ ചരിത്രമെഴുത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തപ്പെടുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ആദ്യം വ്യക്തിപരമായി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചരിത്ര മേഖലയിൽ ഗവേഷണ താല്പര്യം എനിക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടാകുമായിരുന്നില്ല എം.ജി.എസുമായി ഞാൻ പരിചയപ്പെട്ടിരുന്നില്ലെങ്കിൽ. ചരിത്രം വെറും ഒരു പഠന വിഷയം എന്ന നിലയ്ക്കും നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിക്കുക എന്നതും അല്ലാതെ ഒരു ചരിത്രാന്വേഷണം എന്ന ഒരു സംഗതി എൻ്റെ താല്പര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എനിക്കതൊരു താല്പര്യമായി ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത് സാധിച്ചത് എം.ജി.എസ്. നാരായണനും ആയിട്ടുള്ള ഇടപെടൽ ആണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു രീതി അത് ഒരാളിലും ഞാൻ അതിനുശേഷം കണ്ടിട്ടില്ല. വിദ്യാർത്ഥികളെയൊക്കെ സമന്മാരായിട്ടാണ് അദ്ദേഹം സമീപിച്ചിരുന്നത്. പുതിയ ഒരാളായാൽ പോലും ആ ഒരു ആദ്യത്തെ ആ സന്ദർശനത്തിൽ തന്നെ അല്ലെങ്കിൽ ഇടപഴകലിൽ തന്നെ അദ്ദേഹത്തിന്റെ സൗഹൃദം നമുക്ക് ബോധ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചരിത്ര നിരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ ചരിത്ര വിശകലനവും ഒക്കെ നമുക്ക് മാതൃകയാക്കാൻ തോന്നും. അത് അത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും ആ വഴിക്ക് ചിന്തിക്കാനും ആ വഴിക്ക് പരിശ്രമിക്കാനും ഒക്കെ വലിയ ഒരു പ്രേരണയായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം സഹായിച്ചിരുന്നു. ചരിത്രത്തെ വിമർശോന്മുഖമായ രീതിയിൽ സമീപിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രീതി. അത് അദ്ദേഹം തന്നെ എഴുതിയ കാര്യങ്ങളോട് അദ്ദേഹം പിന്നീട് പ്രതികരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം അതിനെ വിമർശിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ശരി, വളരെ നന്ദി ശ്രീ രാജൻ ഗുരുക്കൾ.